നമസ്കാരം. ഒറ്റപ്പാലം നഗരസഭയുടെ കഴിഞ്ഞ 5 വർഷക്കാലം വൈസ് ചെയർമാനായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഞാൻ കെ രാജേഷ്. ഈ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം നഗരസഭയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. നാളെ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഒറ്റപ്പാലം നഗരസഭയിലെ 39 വാർഡുകളിലെയും ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ രാവിലെ 10 മണിക്ക് ഗോപികാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒറ്റപ്പാലം സബ് കളക്ടർ ചുമതല വഹിച്ചുകൊണ്ടുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളുടെ അനുഭവ കരുത്തുമായിട്ടാണ് ഇത്തവണ ജനവിധി തേടിയത്. തീർച്ചയായും നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് ഒറ്റപ്പാലത്ത് കഴിഞ്ഞ 5 വർഷവും നടപ്പാക്കിയത്. മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ മുന്നേറ്റം ഒറ്റപ്പാലത്തുണ്ടാക്കി. പനമണ്ണയിലെ മാലിന്യ സംസ്കരണശാല ആധുനികമാക്കുന്നതിന് കഴിഞ്ഞു. സാനിറ്ററി നാപ്കിൻ ഇൻസിനറേറ്റർ സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഓർഗാനിക് വേസ്റ്റ് കൺവെർട്ടർ സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മലിനജല ട്രീറ്റ്മെൻറ്റ് ശാല, അത് ഒറ്റപ്പാലം നഗരഹൃദയത്തിൽ 29 കോടി രൂപ ചെലവിൽ അതിൻ്റെ പ്രവൃത്തി ഏതാണ്ട് അതിവേഗത്തിൽ പൂർത്തിയാവുകയാണ്. 5,38,00,000 രൂപ വിനിയോഗിച്ചുകൊണ്ട് ഒറ്റപ്പാലത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയും വിധത്തിലുള്ള സാംസ്കാരിക നിലയത്തിൻ്റെ പ്രവൃത്തി അതിവേഗത്തിൽ പൂർത്തിയാവുകയാണ്. ഒറ്റപ്പാലത്ത് സായന്തനങ്ങൾ ചെലവഴിക്കാൻ, അത് വിനോദത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള ഒരു പാർക്കിൻ്റെ പ്രവൃത്തി, സ്ഥലം കൈമാറുന്ന പ്രവൃത്തി നഗരസഭയ്ക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു. ജില്ലാ ടൂറിസം വകുപ്പ് അവിടെ പാർക്ക് ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം ഇപ്പോൾ അതിൻ്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ജിംനേഷ്യത്തിൻ്റെ പ്രവൃത്തിയും വളരെ വേഗത്തിൽ നടന്നു വരികയാണ്. ഒറ്റപ്പാലം നഗരത്തിൻ്റെ മുഖച്ഛായ മാറുന്ന സൗന്ദര്യവൽക്കരണം MLA ഫണ്ട് ഉപയോഗപ്പെടുത്തി ആ പ്രവൃത്തിയും നടന്നു വരികയാണ്. അപ്പോൾ വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച വീണ്ടും ഈ ഭരണസമിതിയുടെ കാലത്തും ഉണ്ടാകും. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒറ്റപ്പാലം നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 39 ജനപ്രതിനിധികളെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ വികസന പ്രവർത്തനങ്ങളിൽ അവർക്ക് പങ്കാളിയാവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒറ്റപ്പാലത്തെ ജനത ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുമായി ഈ 5 വർഷക്കാലവും ഒറ്റപ്പാലത്തെ ഭരണസമിതിക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അതിന് എന്നാൽ കഴിയാവുന്ന പ്രവർത്തനം ഞാൻ ഭരണസമിതി അംഗം എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി ചെയ്യാൻ ഞാൻ ഉണ്ടാകും എന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഗോപികാസ് ഓഡിറ്റോറിയത്തിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം ആദ്യത്തെ കൗൺസിൽ യോഗം നഗരസഭയുടെ കൗൺസിൽ ഹാളിൽ ചേരും. ഏറ്റവും മുതിർന്ന അംഗത്തിനെയാണ് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുക. അങ്ങനെ 39 പേരും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഈ ചടങ്ങ് നാളെ രാവിലെ 10 മണിക്ക് ഗോപികാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നു. ഈ ചടങ്ങിലേക്ക് ഒറ്റപ്പാലത്തെ പ്രബുദ്ധരായ എല്ലാ വോട്ടർമാരെയും ജനാധിപത്യ വിശ്വാസികളെയും ഈ ചടങ്ങിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, പ്രിന്റർ, CCTV എവിടുന്ന് മേടിക്കണം, എവിടെ സർവീസ് ചെയ്യണമെന്ന സംശയത്തിലാണോ? ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിലും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോൾ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു? കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ്, ഡെസ്ക്ടോപ്പ് ആക്സസറീസ്, ബില്ലിംഗ് സോഫ്റ്റ്വെയർ, നെറ്റ്വർക്കിംഗ്, CCTV ഇൻസ്റ്റലേഷൻ, ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ്. ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ്, ഒറ്റപ്പാലം,